ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മുണ്ടക്കൈ നമ്മുടെ ഈ ഒരു ദുരന്ത ഭൂമി ആയതിനെ തുടർന്ന് ഏറ്റവും കൂടുതൽ ചർച്ച വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുല്ലപ്പെരിയാർ പൊട്ടുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യത്തിലാണ്. അപ്പോൾ എന്താണ് മുല്ലപ്പെരിയാറിൻ്റെ ഈ ഒരു പാട്ടക്കരാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നാണ് പ്രശ്നങ്ങൾ നമ്മുടെ ഉരുത്തിരിഞ്ഞു വരുന്നത്. പക്ഷേ ആ പാട്ടക്കരാറിനെക്കുറിച്ച് അറിയുന്ന സമയത്താണ് നമുക്ക് ആലോചന വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു പോണത് എത്രത്തോളം മന്ദബുദ്ധിയായിട്ടുള്ള തരത്തിലാണ്, അല്ലെങ്കിൽ എത്രത്തോളം വിഡ്ഢിത്തരം നിറഞ്ഞ ഒരു കരാറിലാണ് ആ ഒപ്പുവെച്ചെന്നുള്ള കാര്യം. 1886 ഈ ഒരു പാട്ടക്കരാറിൽ ഒപ്പുവെക്കുന്നതെന്ന് പറയുന്നത്. അത് നമ്മുടെ തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മയാണ് ഒപ്പുവെക്കുന്നത്. പക്ഷേ അദ്ദേഹം ഒപ്പിട്ടതിന് ശേഷം പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഈ കരാറിൽ ഒപ്പുവെക്കുന്നത്. ആ ഒറ്റ വാചകം മതി ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവാനായിട്ട്. അതായത് സ്വന്തം നാട്ടുകാർക്ക് കൃത്യമായിട്ട് ഇതൊരു ദോഷകരമായിട്ട് സംഭവിക്കാൻ ഇടയാകുന്ന ഒരു പ്രശ്നമായി മാറുമെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ബോധമുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാരുടെ വല്ലാത്ത തരത്തിലുള്ള ഒരു നിയന്ത്രണത്തിന്മേലോ അല്ലെങ്കിൽ അവരുടെ ഒരു നിർബന്ധം പ്രകാരമാണ് അദ്ദേഹത്തിന് ഇത് ഒപ്പുവെക്കേണ്ടതായിട്ട് വരുന്നതെന്ന് പറയുന്നത്. അപ്പം അന്ന് നടത്തിയ ഒരു ഉടമ്പടിയാണിതെന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുന്നേ വെച്ച ഒരു ഉടമ്പടി. ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന 1947 നമ്മുടെ ഇൻഡിപെൻഡൻസ് ഓഫ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് പ്രകാരം നമ്മുടെ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായിരുന്ന കരാറെല്ലാം അസാധുവാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും സുപ്രീം കോടതി എപ്പോഴും ഈ ഒരു വാദം വരുന്ന സമയത്ത് തമിഴ്നാടിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷകരമായിട്ടുള്ളൊരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന മുല്ലപ്പെരിയാറിലെ ആ വെള്ളമെല്ലാം കൂടെ ഒരു അണ കെട്ടി ഈ പറയുന്ന 8000 ഏക്കർ ഭാഗത്ത് ഇത്തരത്തിലൊരു അണക്കെട്ടുണ്ടാക്കി അവർക്ക് കൊടുക്കുന്ന സമയത്ത് 1 ഏക്കറിന് 5 രൂപ കണക്കിൽ 40,000 രൂപ അവരിൽ നിന്ന് മേടിച്ചുകൊണ്ടാണ് ഈ ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നതെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ അന്നത്തെ കാലത്ത് ചുണ്ണാമ്പ് കല്ല് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വെട്ടുകല്ല്, സുർക്കി മിശ്രിതം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ആ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ഒരു അണക്കെട്ടിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 30 to 50 പോട്ടെ 50 to 60 വർഷ കാലാവധിയാണ് ഒരു അണക്കെട്ടിനുണ്ടാവുന്നത്. ഇന്നത്തെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു അണക്കെട്ടല്ല. അന്ന് ബ്രിട്ടീഷുകാർ പണിത പെന്നിക്കുക്ക് എന്ന് പറയുന്ന ആ ബ്രിട്ടീഷുകാരൻ പണിത ഒരു അണക്കെട്ടാണത്. അദ്ദേഹം തന്നെയാണ്, അതിൻ്റെ ശില്പിയായ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഇതിൻ്റെ കാലാവധി 50 വർഷമാണ്, അതിന് മുകളിൽ നിൽക്കില്ല. പക്ഷേ 128 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആലോചിക്കണം, അതിനിപ്പം വളവുകൾ വരെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, അതിന് ചോർച്ചയുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ മദ്രാസ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ പറയുന്ന തമിഴ്നാട് ഗവൺമെൻറ്റും മറ്റുമായിട്ട് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇല്ല, അവിടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് സിമൻറ്റ് പൂശി അങ്ങനത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഈ സുർക്കി മിശ്രിതം അല്ലെങ്കിൽ ചുണ്ണാമ്പ് ഇതൊക്കെ പലതവണയായിട്ട് വെള്ളമാണ്, ഇതിനകത്തൂടെ ഒലിച്ച് ഇതിൻ്റെ മുക്കാൽ ഭാഗവും പോയി കഴിഞ്ഞു. സിമൻ്റ് ഒന്നും ഇതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലല്ല അതുള്ളതെന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന വാദഗതികൾ എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് യോജിക്കാൻ പറ്റുന്നതാണെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതിനേക്കാൾ ഏറ്റവും ദോഷം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. EMS ആയാലും നമ്മുടെ ഈ പറയുന്ന പട്ടം താണുപിള്ള മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തായാലും വീണ്ടും ഈ കരാറ് പുതുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഈ അവലോകനം അല്ലെങ്കിൽ വീണ്ടും ഒരു ചർച്ചാ വിഷയത്തിന് അവർ നിന്നിട്ടില്ല. പക്ഷേ 70 C അച്യുതമേനോൻ ഈ പറയുന്ന മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വീണ്ടും ഈ കരാർ പുതുക്കുകയാണ് ചെയ്തത്. 50 വർഷം മാത്രം കാലാവധി പറഞ്ഞിരിക്കുന്ന ഒരു അണക്കെട്ടിന് 999 വർഷത്തേക്ക് ലീസിന് കൊടുക്കുക എന്ന് പറയുന്ന ഏറ്റവും വിഡ്ഢീകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു വെച്ചെന്ന് ആലോചിച്ച് നോക്കി. അതിലപ്പുറത്തേക്ക് 70 വീണ്ടും കരാറ് വീണ്ടും വരികയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ഈ പറയുന്ന ഇവിടെ നിന്നുള്ള ആ വെള്ളത്തിൽ നിന്ന് കറണ്ട് കൂടി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടി അവർക്ക് കൊടുക്കുന്നു. 30 വർഷം കൂടുമ്പോൾ വീണ്ടും പുതുക്കാനുള്ളൊരു നടപടിയിലേക്ക് പോകുന്നു. 5 രൂപ കണക്കിനായിരുന്നു നേരത്തെ ഈ പറയുന്ന കരാറെങ്കിൽ പിന്നീട് 1 ഏക്കറിന് 30 രൂപ വെച്ചായിട്ട് കൂട്ടി മേടിക്കുക ഇത്തരത്തിലേക്ക്. അപ്പം ചെറിയ തുച്ഛകരമായിട്ടുള്ള രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു നാടിനെ മൊത്തത്തിൽ മുങ്ങാൻ കൊടുക്കുക അല്ലെങ്കിൽ മരണത്തിന് കുഴിയാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പറയുന്നത്. പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു 5 ജില്ലകളിൽ മാത്രമേ ഇത് ഉണ്ടാവുമെങ്കിലും ഇതിൻ്റെ ഒരു ഭീകരത എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ കാര്യം മാത്രം എടുത്തു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു മല ഇടിഞ്ഞു വരുന്ന സമയത്ത് ഇത്രയധികം നാശനഷ്ടം ഉണ്ടാക്കാമെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും പേര് മരിച്ച സമയത്ത് 300-400 പേര് മരണപ്പെടുന്ന സമയത്ത് അവരുടെ ശവശരീരങ്ങളായാലും മറ്റു കാര്യങ്ങളും കണ്ടെത്താൻ വേണ്ടിയിട്ട് ആളുകൾ ഉണ്ടായിരിക്കണമായിരുന്നു. അവരെല്ലാം കൂടി ചേർന്ന് നടത്തിയൊരു പ്രവർത്തനം എത്ര ദിവസം നീണ്ടു നിന്നു എന്ന് ആലോചിച്ച് നോക്കണം. വീണ്ടും അവിടെ ഉരുൾപൊട്ടാനുള്ള സാഹചര്യം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഒരു ഡാം തകർന്നു കഴിഞ്ഞാൽ വീണ്ടും അതിന് താഴെയുള്ള ഇടുക്കി ഡാം അതൊരിക്കലും പിടിച്ചു നിൽക്കണമെന്നില്ല. കാരണം ഈ പ്രദേശത്ത് ഈ പറയുന്ന പാറക്കല്ല്, തടി, ഈ മല അല്ലെന്നുണ്ടെങ്കിൽ വൃക്ഷങ്ങൾ ഇതെല്ലാം കൂടി വന്ന് ഇടിക്കുന്ന സമയത്ത് അതിന് ബലക്ഷയം സംഭവിക്കും.
സംഭവിക്കും. ഉറപ്പായിട്ടും അത് തകരുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള 11ഓളം ഡാമുകൾ തകരുകയാണെന്നുണ്ടെങ്കിൽ ഈ 5 ജില്ലകൾ മാത്രമല്ല, ഈ വെള്ളവും ഈ പറയുന്ന ശവശരീരങ്ങളും എല്ലാം കൂടിച്ചേർന്ന് അത് 35 to 40 ദശലക്ഷം ആൾക്കാർ മരിക്കാൻ, അല്ലെങ്കിൽ 40 ലക്ഷം ആൾക്കാർ മരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഈ പറയുന്നത്. അതിൽ ഈ മൃഗങ്ങളോ ബാക്കി കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ മനുഷ്യരുടെ മാത്രം കണക്കാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം കൂടെ ഇത്രയും മനുഷ്യരെ ഇത്ര ദിവസത്തിനുള്ളിൽ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ളൊരു മാർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരെ പിന്നീട് ഈ ശവശരീരങ്ങളെല്ലാം കണ്ടെത്തി തീർക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങണം. അപ്പം അത് എത്ര ദിവസം കൊണ്ട് സാധ്യമാവുമെന്ന് ഈ ഒരു ഇഷ്യൂ മാത്രം ആലോചിച്ചാൽ മതി, അത് നടക്കുന്ന കാര്യമാണെന്ന്. എത്ര ദിവസം കൊണ്ട് മനുഷ്യ ശരീരം ചീഞ്ഞളിയും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്തുമാത്രം ഈ അസുഖങ്ങൾ പരക്കും എന്നുള്ള കാര്യം ആലോചിക്കണം. അപ്പം ബാക്കി ആരെങ്കിലും തന്നെ അവശേഷിച്ചാൽ പോലും അവർ പോലും നിലനിൽക്കില്ല. അപ്പം അത്രയും ദോഷകരമായിട്ടുള്ള അവസ്ഥയിലുള്ള ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. നമുക്ക് കോമൺ സെൻസ് വെച്ച് എത്ര ആൾക്കാർ ഇതിനെക്കുറിച്ച് ന്യായീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും 50 to 60 വർഷമാണ് ഒരു അണക്കെട്ടിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അത് വീണ്ടും ഈ പറയുന്ന കണക്ക് ഡീകമ്മീഷൻ ചെയ്യേണ്ടതാണ്. ഇവിടെ ഈ പറയുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഇത് നിർത്തിയിട്ട് താഴേക്ക് ഒരു അണക്കെട്ട് പണിതുകൊണ്ട് ഇതിനെ മാറ്റുക. അപ്പോഴും പറയുന്നില്ല തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നില്ലെന്നോ ഒരു കാര്യങ്ങളും പറയുന്നില്ല. നമ്മുടെ സർക്കാർ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഇതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾക്ക് എടുക്കാനായിട്ട് ആഗ്രഹമില്ല. പക്ഷേ ഒരു അണക്കെട്ട് പണിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഇത്രയധികം ജനങ്ങളുടെ ജീവിതം മരണത്തിലാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് സർക്കാരിന് അത് ഏറ്റെടുത്തേ പറ്റുള്ളൂ. അപ്പം ഇങ്ങനൊരു ദുരന്തം വന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത്. അത് മാത്രമല്ല, ലിബിയയിൽ നടന്നിട്ടുള്ള പ്രളയത്തിലും ഈ പറയുന്ന ദുരന്തത്തിലും നമുക്കറിയാവുന്ന കാര്യമാണ്. 2023 അവിടുത്തെ അണക്കെട്ട് തകർന്ന് 11,000 ആൾക്കാരെ കാണാതായിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് ആൾക്കാരെ മരണം അടഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂഗുരുത്ത അണക്കെട്ടാണ് ഇതെന്ന് പറയുന്നത്. ഒരുപക്ഷെ അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് വെറും ചുണ്ണാമ്പും അല്ലെങ്കിൽ സുർക്കി മിശ്രിതവും മറ്റും ചേർത്ത് മാത്രമുള്ളതാണെന്ന് ആലോചിക്കുക. അപ്പം ഈ പറയുന്ന ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള പല തരത്തിലുള്ള മാധ്യമങ്ങളല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജേണലുകളും ബാക്കി കാര്യങ്ങളും എല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോഴും ഇതിന് കൂടുതൽ ചർച്ചാ വിഷയമായിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ന്യൂയോർക്ക് ടൈംസ് പോലുള്ള അത്രയും പ്രസിദ്ധീകരണ ശേഷികൾ അല്ലെങ്കിൽ അത്രയും ചർച്ചാ വിഷയമാകുന്ന അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ചയാകുന്ന ഒരു പ്രസിദ്ധീകരണം നടത്തിയപ്പോൾ മാത്രമാണ് അവർ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ന് ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്നതും ഭയങ്കരമായിട്ടുള്ള ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള അണക്കെട്ടുകളിൽ ഒന്നാണ് കേരളത്തിലെ മുല്ലപ്പെരിയാർ എന്ന്. അപ്പം അത്രയും വലിയൊരു ജേണൽ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്തുമാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇത്രയധികം ചിന്തയ്ക്ക് വഴിവെക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഇപ്പം നമ്മൾ മുന്നിൽ കണ്ട ഒരു ദുരന്തത്തിൻ്റെ നാശം എത്രത്തോളം കൊണ്ടെത്തിച്ചു, അല്ലെങ്കിൽ അതിനെ നേരെയാക്കാൻ വേണ്ടി ഇനി എത്ര വർഷം എടുക്കും, അല്ലെങ്കിൽ എത്ര പേര് കൈകോർക്കണം എന്നുള്ള കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുല്ലപ്പെരിയാർ ഡാം പോലെയുള്ള ഒരു ഡാമിനി ഇനി പുതുക്കി പണിയുക, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതിന് താഴെ ഒരു അണക്കെട്ടുണ്ടാക്കുക, അത് എത്ര വർഷം എടുക്കുമെന്ന് നമുക്കറിയാം. ഇപ്പോഴെങ്കിലും അതിനുള്ള നിയമസാധ്യത തേടിയില്ല. അതിലപ്പുറത്തേക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുന്ന് വെച്ചിരുന്ന ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരുമായിട്ടുണ്ടാക്കിയ എല്ലാ കരാറും അസാധുവായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുന്നേ വെച്ചൊരു കരാറിന് എന്തുമാത്രം നിയമസാധ്യത ഉണ്ടെന്നുള്ള കാര്യത്തിൽ അപേക്ഷിച്ചാണ് ഇപ്പം സുപ്രീം കോടതിയിലേക്ക് ഒരു കേസ് അല്ലെങ്കിൽ ഒരു വാദം പോയിരിക്കുന്നതെന്ന് പറയുന്നത്. അത് തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അതിന് എല്ലാ നിയമസാധ്യതയും എല്ലാ വശങ്ങളും ഉള്ളതാണ്. അപ്പം ഇനിയും ഒരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഇത്രയധികം ജനങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഈ ഒരു 5 ജില്ല മാത്രമായിരിക്കത്തില്ല, പല ആൾക്കാരും പല വിദഗ്ധരും പറയുന്നുണ്ട്, ഇത്രയും വെള്ളം കൂടി കുത്തി ഒലിച്ച് അറബിക്കടലിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ വീണ്ടും ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കേരളം മൊത്തത്തിൽ പോകില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഒരു ജനത മൊത്തത്തിൽ ഇല്ലാതാവുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് പാവപ്പെട്ടവനോ അല്ലെങ്കിൽ പണക്കാരനോ കൂടിയവനോ കുറഞ്ഞവനോ കുട്ടികളോ വലിയ ആൾക്കാരോ ഒന്നൊന്നുമില്ല. എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളെയും നിലംപതിക്കുന്ന തരത്തിലായിരിക്കും ആ ഒരു സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനിയും കാത്തു നിൽക്കാതെ തമിഴ്നാട്ടുകാരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്കുള്ള വെള്ളത്തിൽ ഒരു തരത്തിലുള്ള കുറവും വരുത്തില്ല, ഇത് ജീവനുകളെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് ഇതിനെ ഒരു കാര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു വിഷയത്തിൽ നമുക്ക് തലയൂരാൻ പറ്റൂ, അല്ലെങ്കിൽ ഇത്രയും വലിയ ജനതയെ സംരക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അതല്ലെങ്കിൽ വലിയൊരു വിനാശമായിരിക്കും നമ്മുടെ നാട്ടിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പം ചുമ്മാതെ ഒരു ദുരന്തത്തെ എതിരേറ്റുകൊണ്ടിരിക്കുന്നതിലേക്ക് അപ്പുറമാണ് അതിനകത്തേക്ക് ഈ പറയുന്ന തരത്തിൽ എന്തെങ്കിലും കരുതൽ നടത്തിക്കൊണ്ട് അതിനെ തടയിടുക എന്ന് പറയുന്നത്. ഈ ഒരു ദുരന്തത്തിന് എത്രമാത്രം ആഘാതം സൃഷ്ടിക്കാൻ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട്
തന്നെ മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. അപ്പം ഇത്രയും വലിയൊരു അത്യാപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നേതാക്കളായാലും സാധാരണ ജനങ്ങളായാലും ആരും തന്നെ ഉണ്ടാവില്ല. അപ്പം എത്ര പേര് ഈ പറയുന്ന ഹെലികോപ്റ്റർ പിടിച്ച് എവിടേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ ദുരന്തത്തിൽ ആരെങ്കിലുമൊക്കെ പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഈ പറയുന്ന ഡീകമ്മീഷൻ നടത്തുക എന്നുള്ള കാര്യമല്ല, ഇതിലപ്പുറത്തേക്ക് ഒരു പുതിയ അണക്കെട്ട് തന്നെ നിർമ്മിക്കുക, ഈ പറയുന്ന പല ടണലുകൾ വഴി ഈ പറയുന്ന തമിഴ്നാട്ടിലേക്ക് കൂടുതൽ വെള്ളം നൽകുക, അതൊക്കെ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിൽ. അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് സഹിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഒറ്റക്കെട്ടായി ഇപ്പം നിൽക്കുന്നത് പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്കെട്ടാവാനായിട്ടുള്ള മനുഷ്യർ ഈ കേരളത്തിൽ അവശേഷിക്കുമെന്ന് പോലും തോന്നുന്നില്ല.